എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സൗമ്യ. ഇന്ന് ഞാൻ ഒന്നല്ല രണ്ട് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയ കാരണം എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി. അതിൻ്റെ പേരാണ്, ഫസ്റ്റ് റെസിപ്പിൻ്റെ പേരാണ് വൈറ്റ് ചില്ലി ചിക്കൻ. പിന്നെ സെക്കൻഡ് റെസിപ്പിയുടെ പേരാണ് ഫ്ലാക്സീഡ് ദോശ അല്ലെങ്കിൽ ഫ്ലാക്സീഡ് റൊട്ടി, എന്ത് വേണമെങ്കിലും പറയാം. സോ ഇത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ? എല്ലാവരുടെ കൂടെ വരും, നമുക്ക് നോക്കാം. വൈറ്റ് ചില്ലി ചിക്കനിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ തൈര്, നല്ല കട്ട തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുക്കിംഗ് ക്രീം, പിന്നെ ഓണിയൻ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് എണ്ണ. ഇപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അത് പാൻ വെച്ചു, പാന് ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ബോൺലെസ് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറണം. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്നും മാറി ഞാൻ അതിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു മണം പോണ വരെ ഒന്ന് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ പച്ച മണം പോണ വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം, ഒരു 2 to 3 minutes. നമുക്ക് ഇതിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഓണിയൻ പേസ്റ്റ് കൂടി അതിലേക്ക് ഇടാം. ഇട്ടിട്ട് ഒന്ന് നല്ലോണം എന്താ ഓണിയൻ്റെ പച്ച വാസന ആ ഓണിയൻ്റെ ആ പച്ച മണം പോണ വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്യുക. കുറച്ച് ആവശ്യത്തിന് സോൾട്ട് ഇടാം. അപ്പം അതൊന്ന് കുക്കാവട്ടെ. പെട്ടെന്ന് കുക്കായിക്കോളും, കാരണം ബോൺലെസ് ചിക്കൻ ആണല്ലോ, പെട്ടെന്നൊന്ന് കുക്കാവുമ്പോൾ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി ഒരു 5 minutes അതൊന്ന് നല്ലോണം ഒന്ന് കുക്കാവട്ടെ. ഇതൊന്ന് 5 minutes ഒന്ന് കുക്കായി ഇതിൽ സൈഡിൽ നിന്ന് എണ്ണയെല്ലാം വരുന്നുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് ഗ്രീൻ ചില്ലി, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട തൈര്, അത് നല്ല ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ആഡ് ചെയ്യും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 minutes ഒന്ന് കുക്കാവണം തൈര് ഒഴിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചിട്ട് 2 minutes ആയി. ഇനി നമുക്ക് ഈ ക്രീമും കൂടി ഒഴിക്കാം. അതിൽ ക്രീം ഒഴിച്ചിട്ട് പിന്നെ അധികം നേരം അത് കുക്കാവരുത്. നമ്മുടെ വൈറ്റ് ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇത് ക്രീം ഒഴിച്ചിട്ട് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ചപ്പാത്തിയോ റൈസോ ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ ഡയറ്റിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ ഫ്ലാക്സീഡ് കൊണ്ട് റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ദോശയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഫ്ലാക്സീഡ്. സോ ഫ്ലാക്സീഡ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ പകുതി ഓണിയൻ കട്ട് ചെയ്തത്, പകുതിയല്ല കാൽ ഭാഗം, അത് ഞാൻ ഒരാൾക്കുള്ള ഫ്ലാക്സീഡ് ദോശയ്ക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. സോ ഇതൊരു ഹാഫ് കപ്പ് ഫ്ലാക്സീഡാണ് എടുത്തിട്ട് പൊടിച്ച ഫ്ലാക്സീഡ്. പിന്നെ ഒരു കാൽ ഓണിയൻ കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ജീരകം ഹാഫ് ടീസ്പൂൺ ഈ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഫ്ലാക്സീഡ്, ഇതുകൊണ്ടാണ് നമ്മളിന്ന് റൊട്ടി ദോശ എന്ത് വേണമെങ്കിൽ അതിൻ്റെ പേര് പറയാം, ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിൽ ഈ ഒമേഗ 3യും പിന്നെ ഫൈബറൊക്കെ കൂടുതലുള്ള കാരണം ഇത് വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആൾക്കാർക്കും ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു മീൽ റീപ്ലേസ്മെൻ്റ് ആണ്. ശരിക്കും അത് കാണാൻ ഇങ്ങനെയാണ് അത് ഉള്ളത്. അതുപോലെ ചെറിയ ചെറിയ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറിൽ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓൺലൈനിലും അവൈലബിൾ ആണ് ഈ സാധനം. ഇതിപ്പോൾ ഞാൻ കടായിലിട്ടിട്ട് എണ്ണ ഒഴിക്കാതെ കടായിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്ന പോലെ പൊട്ടണ സൗണ്ട് കേൾക്കും. അപ്പോൾ അത് പെട്ടെന്ന് അത് റോസ്റ്റായി എന്നാണ് അർത്ഥം. വേഗം റോസ്റ്റ് ആവും അത്. ഇതിനേക്കാളും ചെറുതായിട്ട് ഒരു ഇത്തിരിയും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ കളറാവും റോസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അതാണ് റോസ്റ്റ് ചെയ്തതാണ് ഞാൻ പൊടിച്ചിട്ട് ഇന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദോശ ചപ്പാത്തി എന്താണെങ്കിൽ പറയാം, ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്ലാക്സീഡ് പൊടിച്ചതും ഓണിയൻ, ഇഞ്ചി, ജീരകം, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തതാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി, ഇതുപോലെ ഒരു കുറച്ച് വെറ്റായിട്ടുള്ളൊരു പൊടി പോലെ കിട്ടും. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു അട പോലത്തെ ഒരു പരുവത്തിന് നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലാക്സീഡ് ഈ ചതച്ചത് എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇത്തിരി കട്ടി ഒന്ന് പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ കുറച്ച് വെറ്റായിട്ടുള്ളൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലൊരു വെറ്റ് മാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഈ ദോശക്കല്ലിലിട്ടിട്ട് കൈ കൊണ്ട് ഒന്ന് കയ്യിലൊന്ന് നനച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് ആക്കിയെടുത്തത്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ഒരു വെറ്റ് ഡോൻ്റെ അത്രയും അതുപോലെ ഒരു പരുവത്തിൽ ആക്കി എടുക്കണം. അധികം വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെറ്റാക്കി ഒന്ന് ആക്കിയെടുക്കാം. ഇതൊരു ദോശത്തവ ചൂടാക്കിയിട്ട് അതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എണ്ണ ഒന്ന് തേച്ച് ഒന്ന് ചൂടാക്കി ഇനി ഈ ഫ്ലാക്സീഡിൻ്റെ മാവ് നമുക്ക് അതിൽ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് ചെറുതായിട്ട് വെള്ളം തൊട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇത് ചെറിയൊരു റൊട്ടിയുടെ സൈസിൽ ഞാനത് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ചുറ്റും കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിൻ്റെ മേലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചൊന്ന് രണ്ട് സൈഡൊന്ന് കുക്കാവട്ടെ. അത് കുറച്ച് സമയമെടുക്കും. ഫ്ലാക്സീഡാണ്, നോർമൽ നമ്മുടെ ദോശ ചപ്പാത്തിയോ പോലെയല്ല, കുറച്ച് സമയമെടുക്കും. അടിഭാഗം രണ്ട് സൈഡ് നല്ലപോലെ കുക്കാവണം. ഇതൊന്ന് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ നമുക്കൊരു മൂടി കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാവും. അപ്പോൾ ഒന്ന് കുക്കാവണ വരെ, നല്ലോണം വേവുന്ന വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതായത് സൈഡൊന്ന് കുക്കായോ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ മൂടിയൊന്ന് എടുത്തിട്ട് അടിഭാഗം ഒന്ന് സൈഡൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആ ജീരകവും ജീരകം, ഓണിയൻ, ഇഞ്ചി എല്ലാം ചതച്ച് മിക്സ് ചെയ്തതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാവട്ടെ, എന്നിട്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഫ്ലാക്സീഡ് ദോശയോ റൊട്ടിയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിൽ പറയാം പേര്. അപ്പോൾ അതൊന്ന് റെഡി ആയി. മറ്റേ സൈഡ് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. സോ രണ്ട് സൈഡ് നല്ലപോലെ കുക്കായി. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ഫ്ലാക്സീഡ് റൊട്ടിയും വൈറ്റ് ചില്ലി ചിക്കനും റെഡിയായി.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്, റെസിപ്പീസും വീഡിയോസിനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.